ആ നിന്റെ അപ്പന ടൈഗറിന് എന്നോടുള്ള ദേഷ്യം മാറി കാണുമോ? ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഡാഡി വഴങ്ങിയത്. പാവം, എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഡാഡിയെ ശരിക്കും വേദനിപ്പിച്ചു. അതേ, ഇങ്ങനെ സെന്റിമെന്റ്സും പറഞ്ഞോണ്ടിരിക്കാനുള്ളതല്ല ഈ ഫസ്റ്റ് നൈറ്റ്. ഞാനേ എന്താടോ പ്യാലില്ലാതെ എന്താ ആഘോഷം? അതെ, എന്തെങ്കിലും സംശയം ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്ത് സംശയം? അല്ല, ഈ മല കയറാൻ പോണ സ്വാമിമാര് പെരിയ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുമല്ലോ. അതെ, ഈ ഒരു കാര്യത്തിൽ മാത്രം ലോകത്ത് ഒരു ജീവിക്കും ഒരു ട്യൂഷൻ മാസ്റ്ററുടെ ആവശ്യമില്ല കേട്ടാ. എവറസ്റ്റ് കയറിയവന്റെ അടുത്താണ് എന്റെ ഒരു മലകയറ്റം. വേണ്ട, സംസാരക്കിനി നാളെ പോരെ. ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ. അപ്പോ പാല് ഞാനത് മറന്നു. പാലെവിടെ? അപ്പാ, ഹായ്, നല്ല പാല്. കുഞ്ഞുണ്ണു വേണോ? കർത്താവേ, ആദ്യ രാത്രി കൊളമായല്ലോ. ആന്റി, ഇന്ന് ഞാൻ ആന്റിയുടെ കൂടെയാ കിടക്കുന്നത്. അപ്പം ബെഡിന്ന് ഇറങ്ങിയ നീ പോടാ കുഞ്ഞുണ്ണു മോനെ, ഞാൻ ഇന്ന് കൂടെയാ കിടക്കുന്നത്. അപ്പ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രിയോ? അതുകൊള്ള, അങ്ങനെയാണ് ഞാനും ഉണ്ട്, എന്നെയും കൂട്ടണം. അപ്പൻ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിവിടെ കിടക്കും, ഞാനിവിടെ കിടക്കുമെന്ന്. കിടന്നോട്ടെ. അതെ, അപ്പൻ ഇവിടെ മോന്റെ ചന്തിക്കപ്പം കടിക്കണ്. നോക്കി നിൽക്കാൻ പിടിച്ചു മാറ്റം. കടി ബാക്കിലായത് ഭാഗ്യം. അപ്പനായി പോയി, ഇല്ലായിരുന്നു കണ്ടല്ലോ. ഏതായാലും ആദ്യത്തെ രാത്രി അപ്പന്റെ കടി ചന്തിക്കുള്ള സാറിനെ ചന്തിഗ്രാജുലേഷൻസ്. ഒറ്റ കീറിയ നന്നുണ്ടല്ലോ. ഇയാൾ എടുത്ത് അപ്പുറത്തെ മുറി കൊണ്ട് കിടത്ത്. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. എന്താ ഇവിടെ കിടന്നാലും ഞാനിവിടെ കിടക്കും. എണീക്കടോ, താമ്പടോ, എടുത്തിട്ട് പോ. അയ്യോ വേണ്ട, സാരില്ല, അപ്പനിവിടെ കിടന്നോട്ടെ. സുഖമില്ലാത്ത ആളല്ലേ, കിടന്നോട്ടെ. അവിടെ കിടന്നോട്ടെ. പാടോ. താനെന്താ ഇവിടെ നിൽക്കണേ? അല്ല, ഞാൻ ഈ കട്ടിന്റെ അരി കിടന്നോളാം. എനിക്ക് അരി വരുമ്പോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട്. ഒന്ന് പോടോ, വൃത്തികെട്ടവൻ. എന്താ വൃത്തികേട്? കുഞ്ഞുണ്ണോനെ ഇവിടെ കിടക്കുന്നില്ല, വാ നമുക്ക് രണ്ടുപേർ കൂടെ കിടക്കാം. വാ, ആദ്യം അപ്പൻ ഉറങ്ങിക്കോ, ഞാൻ താരാട്ട് പാടിത്തരേ, എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിക്കോ. പൊന്നിന്റെ പൊന്നായ കരളിന്റെ കരളായ മോനെ. എന്താ രാത്രി കൊളാക്കിട്ട് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ശരിയാക്കി തരാം. വാവോ ഉണ്ണി വാവോ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് സ്വാമിയേ ശരണയ്യപ്പോ. ഇങ്ങോട്ട് പാടി. എന്താ കാണിക്കുന്ന? അപ്പൻ ഇന്നലെ നമ്മുടെ ആദ്യ രാത്രി നശിപ്പിച്ചു. ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് മോർണിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്ത് വാ, എന്താന്ന് വന്നേ. എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? റെസ്ലിംഗ് കാണിച്ചു തരാം. വാ വാ, ഞാൻ പറയുന്നത് കുഞ്ഞുണ്ടോ ജയിച്ചേ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വാതിലടക്കണ്ടടാ. നിന്റെ ഭാഗ്യത്തിന് ഇന്നിപ്പോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്റെ അപ്പന്റെ സ്വഭാവം അനുസരിച്ച് ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കാണിക്കും. കർത്താവേ, ഈ അപ്പനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനൊരു കാര്യം പറയാം. ഈ മുതൽ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഫസ്റ്റ് നൈറ്റ് എന്നല്ല ഒരു നൈറ്റും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് അവളെയും വിളിച്ച് വേറെ എവിടേക്കെങ്കിലും പോടാ. ഹോൾഡർ നന്നാക്കി ബൾബ് മാറ്റിയിട്. മാറാലേക്ക് അടിച്ചു കളഞ്ഞ് വീട് ഒന്ന് വൃത്തിയാക്കി. ആ 2 കാറുകളും കഴുകിയിട്ടേക്ക്. അതെ, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, ഞാൻ അവിടെ കുഞ്ഞു നോക്കാൻ വന്നതോ അതോ ഇവിടെ ഏത് പണിയും ചെയ്യേണ്ടി വരും. നായവേഷം കെട്ടിപ്പോയില്ലേ, കുരക്കാതിരിക്കാൻ പറ്റുമോ? കുരയ്ക്കണം. ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലേ? ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂർ മുമ്പ് ഓഫ് ചെയ്യാൻ ആര് പറഞ്ഞു? വെറുതെ കറണ്ട് കാശ് കളയാനായിട്ട്. വരട്ടാൻ നടക്കും.
ഹോൾഡർ കുഴപ്പമൊന്നുമില്ല. ഇവന്റെ ഒക്കെ തലക്കാ കുഴപ്പ. നല്ല ശബ്ദം. കിടക്കണോ? വേണ്ട, ആ സീറ്റിൽ ഇരുന്നാ മതി. ഞാൻ കാത്തു കിടക്കണോന്ന്. കാത്തു കിടന്ന കാശ് കിട്ടും, അല്ലെങ്കിൽ വെറുതെ പോകേണ്ട വരും. ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടത്. ഓ. ഹലോ, ഏ? ഏതാ ഈ ഹർഭജൻ സിംഗ്? എന്നെ മനസ്സിലായില്ലല്ലേ ദുഷ്ടന്മാരെ. തോമസ് ഏട്ടാ, ഉണ്ണിക്കുട്ടൻ, അപ്പനെ നോക്കുന്ന ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ട, ഇതെന്താ കയ്യില്? പ്ലാസ്റ്റർ. അതല്ല ഇത്. ഇത് ലിസ, ഇത് വീണ്ടും ലിസ. ഓ, വയറ്റിന്ന് പോയിട്ട് 3-4 ദിവസമായി. ഒന്ന് പേടിച്ചാ ചിലപ്പോ വയറ്റിന്ന് പോയേക്കെന്ന് ഡോക്ടർമാര് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിച്ചതാ. എന്തോ ഒരു വലിയ വിപത്ത് വരാനിരുന്നതാ. അത് ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിലൂടെ പോയി എന്ന് വിചാരിച്ചാ മതി. എക്സ്റേയില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാരിയലിന് കുഴപ്പമൊന്നുമില്ല. ഏത് വാരിയല്ലേ? സംഭവ സ്ഥലത്തുനിന്ന് വാരിയെടുത്തില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നീണ്ടൊരു വിശ്രമം വേണം. അതിന് നീ മരിക്കണം. എന്തോ? മരിക്കുന്നതല്ലേ അല്ല, ബംഗ്ലാവിൽ നല്ലത്. പോയി റെസ്റ്റ് എടുത്താ പോരെന്നാ പുള്ളി ചോദിക്കുന്നത്. ഞാനാ ആ ബംഗ്ലാവിലേക്കാ. അതിലും ഭേദം പാണ്ടിലോർക്ക് മുമ്പിൽ ചാടുന്നതല്ലേ നല്ലത്. അപ്പൊ നീ ജോലി മതിയാക്കി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ബോധം വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനമായിരുന്നു അത്. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇതെന്താ മോളൊരു മുഴ? എന്തായാലും കെട്ടി. ആ. അപ്പൊ ഭംഗിക്കൊരു മൗഡോട്ടെ എന്ന് ഞാൻ, ആയിക്കോട്ടെ എന്ന് നേഴ്സും. ആ 2 പോളിസിയും മെച്ചോടാവും എന്നൊന്ന് അറിയിക്കണം. പോട്ടെ. ഇനി അപ്പനെ നോക്കാൻ ആരെ വെക്കും? ഒരു ആനപ്പാപ്പനെ വെക്കാം, മതിയോ? ഇതെന്തിനാ എന്റെ മെക്കിട്ട് കയറണേ? ഓമന കുഞ്ഞേ ഉറങ്ങൂ കുട്ട, കരളിന്റെ പുന്നാര മോനെ. ഓ അപ്പാ, ആൻസി, ഓ നുറങ്ങപ്പാ. ഓമന കുഞ്ഞേ ഉറങ്ങൂ. എനിക്ക് ഈ പാട്ട് കേക്കണ്ട. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് പച്ചമാങ്ങ പച്ചമാങ്ങ മതി. ഇത് പച്ചമാങ്ങ പച്ചമാങ്ങ. അപ്പനെന്താ ഗർഭമുണ്ടോ? ആ പാട്ട് ആ, ഓമന മാങ്ങേ ഉറങ്ങൂ മാങ്ങേ, കരളിന്റെ പുന്നാര മാങ്ങേ. പച്ചമാങ്ങ. ഓ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാ നിന്റെ പുന്നാര മോനെ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാങ്ങ. പച്ചമാങ്ങ പച്ചമാങ്ങ പൊന്നിന്റെ പൊന്നാര മോ. നീ ഇതെവിടെയായിരുന്നു?